എന്താ പ്രകാശേട്ടാ? പ്രകാശേട്ടന് എന്ത് പറ്റി? അയ്യോ മോനെ, എന്താ പറ്റി? എന്ത് പറ്റാനാ? പ്രകാശനം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ആരും. എന്താ പ്രകാശേട്ടാ? പ്രകാശേട്ടനെ ആരും ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നാ? എല്ലാവരും എനിക്ക് ശത്രുക്കളാ. എല്ലാവർക്കും വേണ്ടത് പ്രകാശന്റെ ചോരയാ. ആരെ കാണാൻ എനിക്ക്? മോളെ, രാത്രി കുറച്ചു നേരത്തെ മനോജുമായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടല്ലേ നമ്മൾ അകത്തോട്ട് കയറി പോന്നത്? അതെ. പിന്നെന്താ ഇതിനിടയ്ക്ക് സംഭവിച്ചേ? രാത്രിയല്ലേ, അതും ഇന്ന് വെള്ളിയാഴ്ച. ഇനി വല്ല പ്രേതബാധയും? മോനെ, നീ എന്തെങ്കിലും കണ്ടു പേടിച്ചോ? മോളെ, ഇതേതോ കൂടിയനുമാ പ്രകാശന്റെ ദേഹത്ത് കയറിയിരിക്കുന്നേ. നമുക്ക് ആ ഒഴിപ്പിക്കുന്ന തിരുമേനി ഒന്ന് വിളിച്ചാലോ? ശാപങ്ങളാ, ഈ വീട് മുഴുവൻ ശാപവാക്കുകളാ. ഇവിടെ മുഴുവൻ ശമിക്കുന്ന പിശാചികളാ. ഇല്ല, പ്രകാശം തോറ്റു കൊടുക്കില്ല. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ ഈ പ്രകാശൻ. എല്ലാത്തിനെയും കൊന്നു കൊലവിളിക്കും ഞാൻ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇതേതോ ഉഗ്രൻ ആത്മാവ് അങ്ങനെ ഇരിക്കുന്നേ. തൽക്കാലം മോൾ അടുത്തോട്ട് പോകണ്ട. ചിലപ്പോ ഒന്ന് വിശ്രമിക്കും, അങ്ങ് മാറിക്കോളൂ. സുചിത്രയ്ക്ക് ഒരു നാളും സന്തോഷിക്കാൻ യോഗമില്ലല്ലോ. ഇതൊക്കെ ഓരോരുത്തരുടെ ശാപഫലങ്ങളാ. ഇനി അതുകൂടി അനുഭവിക്കാനായിരിക്കും വിധി. വിഷമിക്കാതെ,